കവളങ്ങാട് പഞ്ചായത്തിലെ കിളിയിൽ ചിറയുടെ സംരക്ഷണ ഭിത്തി തകർന്നതിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് മുൻ ഭരണസമിതി അംഗം. 8 വർഷം മുൻപ് നിർമ്മിച്ച ഭാഗമാണ് തകർന്നതെന്നും കഴിഞ്ഞ ഭരണസമിതി ഏറ്റെടുത്ത് നിർമ്മിച്ച ഭാഗങ്ങളിൽ ഒന്നും തന്നെ അപാകതകൾ ഉണ്ടായിട്ടില്ലെന്നും മുൻ ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച് പ്രചരിക്കുന്ന വാർത്തകളിൽ അടിസ്ഥാനമില്ലെന്നും മുൻ ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. കവളങ്ങാട് പഞ്ചായത്തിലെ കിളിയിൽ ചിറയുടെ സംരക്ഷണ ഭിത്തി തകർന്ന സംഭവത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന വിശദീകരണമാണ് മുൻ ഭരണസമിതി അംഗങ്ങൾ നൽകുന്നത്. ഏതാനും ദിവസം മുൻപ് ചിറയുടെ ഒരു ഭാഗത്തെ സംരക്ഷണ ഭിത്തി തകർന്നു വീണിരുന്നു. 8 വർഷം മുൻപാണ് ചിറയുടെ ആദ്യഘട്ട നിർമ്മാണം ആരംഭിക്കുന്നത്. പ്രസ്തുത കാലഘട്ടത്തിൽ നിർമ്മാണത്തിൽ സംഭവിച്ച പാകപ്പിഴവുകൾ ആകാം ഇത് തകർന്നു വീണതിനു പിന്നിൽ എന്നാണ് അനുമാനം. ചിറയുടെ വടക്കുഭാഗത്തെ കരിങ്കൽ ഭിത്തി സമാനമായ രീതിയിൽ മുൻപും തകർന്നിരുന്നു. ഇത് പുനർനിർമ്മിച്ചതും അവസാനഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി ചിറയെ നവീകരിച്ചതും കഴിഞ്ഞ ഭരണസമിതിയാണ്. എന്നാൽ തകർന്നു വീണത് കെട്ടിന്റെ അടിഭാഗമാണെന്നും ഇത് 8 വർഷം മുൻപ് നിർമ്മിച്ചതാണെന്നുമാണ് മുൻ ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കുന്നത്. ഇതേക്കുറിച്ച് മുൻ പഞ്ചായത്ത് അംഗം ജലിൻ വർഗീസ് ഇങ്ങനെ വ്യക്തമാക്കുന്നു. ഈ കഴിഞ്ഞ ദിവസമുണ്ടായ ഈ കിളിയിൽ ചിറ ഇത് ഇടിഞ്ഞു പണിയാടിയത് ഈ 5 മാസം മുമ്പ് ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് അവിടെ പണിത് പ്രവൃത്തികൾക്ക് യാതൊരുവിധ കേടുപാടും അവിടെ സംഭവിച്ചിട്ടില്ല. അതിന് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത വർക്കിൻ്റെ ഫലമായിട്ട് അത് ചെയ്ത 4-5 വർഷത്തിന് ശേഷം ഞാൻ ഈ കഴിഞ്ഞ ഭരണസമിതി വരുന്ന ആ സമയത്ത് തന്നെ അതിൻ്റെ ഇപ്പം ഇടിഞ്ഞാടിയതിന് നേരെ ഓപ്പോസിറ്റ് ഇതുപോലെ തന്നെ ഇടിഞ്ഞുപാടി പോയായിരുന്നു. അതും ഈ പദ്ധതിപ്പെടുത്തിയാണ് അത് റെഡിയാക്കിയത്. അപ്പം അങ്ങനെ ചെയ്ത് പഴയ നേരത്തെ ഉണ്ടായിരുന്ന കെട്ടുകളാണ് തള്ളിപ്പോയേക്കുന്നത്. ഇപ്പം ഈ ചെയ്തേക്കുന്നത് സംഭവിച്ചേക്കുന്നത് പുതിയ കെട്ടുകൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് ഇപ്പോൾ വരുന്ന വാർത്തകൾ മുഴുവൻ രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഇലക്ഷൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ പ്രേരിതമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ്. അതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം അവരവിടെ എല്ലാ വർഷവും ചെളി നീക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ വർഷം അതിൻ്റെ ചെളി നീക്കി അത് ആ സമയത്ത് ക്ലിയർ ആക്കിയതാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും കഴിഞ്ഞ ദിവസം അവർ വീണ്ടും അതിൻ്റെ ചെളി മാറ്റണം എന്ന് പറഞ്ഞ് അത് പറ്റിച്ച് ഈ സൈഡിൽ നിന്ന് മണ്ണുകൾ എടുത്ത് മാറ്റിയപ്പോഴാണ് അത് ഊർന്നു പോയത്. അത് ഓരോ തവണ അത് മാറ്റുന്നതിന് എനിക്ക് തോന്നുന്നു ഒരു 1.5-2 ലക്ഷം രൂപയ്ക്ക് അടുത്തതിന് മുടക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയ്ക്കും വലിയൊരു ചിറയാണ്. ആ ചിറയിൽ ഇതുപോലെ ഇതുപോലെ മണ്ണ് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അന്ന് എന്നോട് ഞാനിത് അന്ന് കഴിഞ്ഞ തവണ ഈ ചിറ പറ്റിച്ചപ്പോൾ തന്നെ എനിക്കിത് അവരോട് എല്ലാവരും പറഞ്ഞാണ് ഇനി ചെളി വാരാൻ പറ്റില്ല. കാരണം ചെളി വാരിയിട്ടുണ്ടെങ്കിൽ ഫൗണ്ടേഷന് താഴെയാണ് ചിറ നിൽക്കുന്നത്. ഇപ്പോൾ ബാക്കിയുള്ള ഭാഗത്ത് ഇപ്പോൾ ഈ ചെയ്തതല്ലാതെ ബാക്കിയുള്ള ഭാഗത്ത് ഇടിഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ അവിടെ തള്ളിയാണ് ഇരിക്കുന്നത്. അപ്പോൾ വസ്തുത മനസ്സിലാക്കാതെയാണ് ന്യൂസുകളൊക്കെ പ്രചരിക്കുന്നതും ഇതും. അപ്പോൾ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതെല്ലാം കളങ്ങാട്ടുള്ള ജനങ്ങൾക്ക് മുഴുവൻ അറിയാം ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന്, എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നൊക്കെ കളങ്ങാട്ടുള്ളവർക്ക് അറിയാം. നാട്ടുകാർക്ക് പക്ഷേ വാർത്ത കാണുന്ന ആൾക്കാർക്ക് ഇത് കൃത്യമായിട്ട് അറിയില്ലല്ലോ. ഈ 45 ലക്ഷം രൂപ മുടക്കി ജില്ലാ പഞ്ചായത്ത് ഇപ്പോൾ പ്രസിഡന്റിൽ ഇത് ചെയ്തു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അപ്പോൾ ഇടിഞ്ഞാടി എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു അഴിമതിയുടെ ഒരു രീതിയിലേക്കാണ് അത് വാർത്തകൾ ദുരുദ്ദേശപരമായിട്ട് രാഷ്ട്രീയ പ്രേരിതമായിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് സത്യാവസ്ഥ ജനങ്ങളൊക്കെ അന്വേഷിക്കാൻ കവളങ്ങാട് ഇതൊന്ന് അന്വേഷിച്ച് നോക്കാവുന്നതാണ്. ശരിക്കും സംഭവിച്ചേക്കുന്ന ഈ കാര്യത്തിലാണ്. ഇപ്പോൾ ഈ മണ്ണ് മാറ്റി പുതിയ ചെളി വരിപ്പോൾ മണ്ണ് മാറ്റിയപ്പോൾ ഉണ്ടായതാണ് ഈ സംഭവം മെയിനായിട്ട്. അതിപ്പോൾ ഒരു സംഭവിച്ചേക്കുന്ന മെയിൻ കേസിനെ വെച്ചാൽ അവിടെയുള്ള തങ്കക്കുട്ടി എന്ന് പറഞ്ഞ ചേച്ചിക്ക് വീടില്ല. അത് ഉണ്ടായപ്പോൾ തന്നെ ഉണ്ടായി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ചേച്ചി എന്നെ വിളിച്ച് പറഞ്ഞു അവിടുത്തെ പഞ്ചായത്ത് മെമ്പറോടൊന്ന് പറയാൻ പറഞ്ഞു. പഞ്ചായത്ത് മെമ്പർ പറഞ്ഞു ജില്ലാ പഞ്ചായത്തിൽ വിളിച്ച് പറയാം അവരാണ് ഇത് ചെയ്തത് എന്നുള്ള രീതി പറഞ്ഞു. പക്ഷേ ജില്ലാ പഞ്ചായത്ത് അവിടെ ചെയ്തേക്കുന്നത് അതിൽ മോടി പിടിപ്പിക്കുകയാണ് ചെയ്തത്. അവിടെ ഒരു വാക്ക് വേ ഉണ്ടാക്കി അതിലൊരു അപകടം ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ഹാൻഡ് റെയിൽ പിടിപ്പിച്ചു. അതുപോലെ അവിടെ ഓപ്പൺ ജിമ്മ് പിടിപ്പിച്ചു. അതല്ലാതെ അതിൻ്റെ കെട്ടിലെ ഇടിഞ്ഞു പോയി കിടന്ന ഭാഗം മാത്രമാണ് അവർ കെട്ടിയിട്ടുള്ളൂ. അല്ലാതെ ഈ ജില്ലാ പഞ്ചായത്തിൻ്റെതായ വേറെ യാതൊരു ഇതോടെ നടന്നിട്ടില്ല. ഈ പഴയ കെട്ടുകളാണ് ഇടിഞ്ഞു പോയേക്കുന്നത്. ചിറയുടെ സംരക്ഷണ ഭിത്തി തകർന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്നിരിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കെട്ടിന്റെ തകർച്ച ഉടൻ പരിഹരിച്ച് പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് ഭരണസമിതിയിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും ജലീൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.